നമസ്കാരം. നെറ്റ്വർക്ക് ചാനലിന്റെ മാന്യ പ്രേക്ഷകർക്ക് പയ്യന്നൂർ അനാമയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ടെലിഹീലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ദിവസവും ഈ ഒരു ENT പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടാറുണ്ട് എന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾക്കോ നമുക്കോ ഒക്കെയും ചിലപ്പോഴെങ്കിലും നമ്മൾ ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ നമ്മൾ ഈ ടെലിഹീലിലും ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത് ചിലപ്പോൾ ENT ഡോക്ടർമാർ തന്നെയായിരിക്കും. നമ്മുടെ സംശയങ്ങൾ തീരുന്നില്ല എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്തവണയും എനിക്കൊപ്പം എത്തിയ അതിഥി ENT സ്പെഷ്യലിസ്റ്റ് തന്നെയാണ് പയ്യന്നൂർ അനാമയ ഹോസ്പിറ്റലിലെ ENT വിഭാഗം മേധാവി ഡോക്ടർ ലത മേരി ജോസ്. നമസ്കാരം മാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഇവിടെ വന്നിരുന്നു, സംസാരിച്ചിരുന്നു. എന്നാലും ഇതൊരു വലിയൊരു വിഷയമാണ്. എപ്പോഴും നമുക്ക് സംസാരിച്ചാലും വീണ്ടും സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഈ തണുപ്പ് കാലത്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ മൂക്ക് സംബന്ധമായ അസുഖങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടാറ്. കൃത്യമായി പറയുകയാണെങ്കിൽ മൂക്ക് സംബന്ധമായ എന്തൊക്കെ അസുഖങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്? ഏറ്റവും കോമൺ ആയിട്ട് ഈ ഒരു കാലാവസ്ഥയിൽ, പ്രത്യേകിച്ച് ഈ മഞ്ഞുകാലത്ത് കാണുന്നത് റൈനൈറ്റിസ് എന്ന് പറയുന്ന നമ്മുടെ മൂക്കൊലിപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു 2-3 വർഷം അനുഭവിച്ച കോവിഡ് മഹാമാരി, അപ്പം അത് കൊറോണ വൈറസാണ്. അതുപോലെ ഒട്ടനവധി വൈറസുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഈ വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത മഞ്ഞുകാലത്ത് കൂടുതലാണ്. അതുപോലെ തന്നെ സസെപ്റ്റബിൾ ആയിട്ടുള്ള രോഗികൾ, അതായത് ഡയബറ്റിസ്, മറ്റസുഖങ്ങളൊക്കെയുള്ള ക്യാൻസർ രോഗമുള്ളവർ, ഇങ്ങനത്തെ രോഗികളിൽ ഈ അസുഖം പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാനും പിന്നെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മഞ്ഞുകാലത്ത് ഈ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ കോമൺ. പിന്നെ അലർജി മൂലം ഉള്ള ബുദ്ധിമുട്ട് മഞ്ഞുകാലത്ത് നന്നായിട്ടുണ്ടാവും. അതും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള തണുപ്പിൻ്റെ അളവ് കൊണ്ടും ചില പൂമ്പൊടികളുടെ അളവൊക്കെ കൊണ്ട് ചില രോഗികൾക്ക് കൂടുതൽ ലക്ഷണങ്ങൾ ഉണ്ടാകും. അപ്പോൾ അലർജിയുടെ ബുദ്ധിമുട്ട് ആ പ്രവണതയുള്ള രോഗികൾക്ക് കൂടുതലുണ്ടാവും. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ കോവിഡ് കാലത്തിന്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഈ സാധാരണ ജലദോഷം വന്നു കഴിഞ്ഞാൽ തന്നെയും നമുക്ക് ഈ മണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ കോവിഡ് കാലത്ത് കോവിഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്ക് ഇത്തരത്തിൽ മണം അറിയാൻ കഴിയാതെ പോകുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പലരും അത് അനുഭവിച്ചവരൊക്കെ അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ദീർഘകാലത്തേക്ക് നമ്മുടെ ഒരു ഇത് പോയി പോകുന്നത്? ഇത് ഈ വൈറസ് ഈ മണം അറിയുന്ന നെർവ്സിനെ ബാധിക്കുന്നത് കൊണ്ടാണ്. ഓൾഫാക്ടറി നെർവ്സിനെ അത് ഡാമേജ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് മണം നഷ്ടപ്പെടുന്നത്. അപ്പോൾ ചില നെർവ്സ് റീജനറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് കുറേ കാലങ്ങൾക്ക് ശേഷം മണം നമുക്ക് തിരിച്ചു കിട്ടുന്നത്. പക്ഷേ ആ ഇൻഫെക്ഷൻ സിവിയർ ആണെങ്കിൽ ചിലപ്പോൾ ഡാമേജ് പെർമനൻ്റ് ആകുകയും ആ മണം തിരിച്ചു വരാൻ സാധ്യത ഉണ്ടാവുകയില്ല. തീർത്തും നഷ്ടപ്പെട്ടു പോകാം. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് ശരിയാക്കി എടുക്കാനൊന്നും പറ്റില്ല. ഇല്ല. അതായത് കോവിഡിന് നമ്മൾ സിംറ്റമാറ്റിക്, എല്ലാ വൈറൽ ഇൻഫെക്ഷൻസിനും നമ്മൾ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റും ചിലതിന് ആൻറ്റിവൈറൽസും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റേ ഇതിനുമുള്ളൂ. അല്ലാതെ മണം പോകാതിരിക്കാൻ പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല. അതെ, പോയ മണം ഇനി തിരിച്ചു കിട്ടാനുള്ളതും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചിലപ്പോൾ ശരിയായേക്കാം. നെർവ്സിനെ റീജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻസ്, അതുപോലത്തെ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് നൽകാം എന്നല്ലാതെ ഒരു ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് ഇല്ല. അങ്ങനെ ആർക്കും വാഗ്ദാനം ചെയ്യാൻ പറ്റില്ല. നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യം അലർജീനെ കുറിച്ചായിരുന്നു. അപ്പോൾ ദീർഘകാലമായിട്ട് ചെറിയ പ്രായം മുതൽ അലർജി ഉണ്ടാകുന്നു. ചിലപ്പോൾ പ്രായമാകുന്നവരിൽ വരെയും അലർജി നീണ്ടു നിൽക്കുന്നു. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് കേൾക്കാം എത്ര പഴകിയ അലർജിയും ഒറ്റ മരുന്നിനുള്ളിൽ നമുക്ക് മാറ്റിയെടുക്കാമെന്നൊക്കെ. ഇത്തരം വാഗ്ദാനങ്ങളിലൊക്കെ കഴമ്പുണ്ടോ? ഇല്ല, തീർത്തും കഴമ്പില്ല. കാരണം അലർജി എന്നുള്ളത് ഒരു നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ഭാഗമാണ്. അനാവശ്യമായ ഒരു പ്രതികരണശേഷി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു. അപ്പോൾ ഇത് ബോഡിയിൽ പല കാലഘട്ടത്തിൽ ഉണ്ടാകാം. അപ്പോൾ ചെറുപ്പകാലത്തിൽ ഉണ്ടായത് പിന്നെ ഒരു ടീനേജൊക്കെ ആകുമ്പോൾ, ഒരു അഡൽട്ട്ഹുഡിലേക്ക് കുട്ടി പ്രവേശിക്കുമ്പോൾ അത് ബോഡി കൺട്രോൾ ചെയ്യും. അതേസമയം ചിലർക്ക്
മധ്യവയസ്സിലാകാം ഉണ്ടാകുന്നത്, ചിലർക്ക് പ്രായമാകുമ്പോഴാകാം ഉണ്ടാകുന്നത്, ചിലർക്ക് ജീവിതകാലം മുഴുവനും ഉണ്ടാകാം. അല്ലാതെ എന്തെങ്കിലും മരുന്ന് തന്ന് അലർജിക്ക് ക്യൂർ വാഗ്ദാനം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റും ശരിയല്ല, അത് തെറ്റാണ്. അത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ മാറുന്നത് അല്ലാതെ തന്നെ ബോഡി കൺട്രോൾ ചെയ്യുന്ന അലർജിയാണ്. അഥവാ മാറിയാൽ അത് മരുന്നിന്റെ ഗുണം കൊണ്ടല്ല, അവരുടെ ബോഡിയുടെ പ്രത്യേകത കൊണ്ടാണ്. പിന്നെ അലർജിക്ക് നമ്മുടെ മോഡേൺ മെഡിസിനിൽ ക്യൂർ ഇല്ല, കൺട്രോൾ മാത്രമേ ഉള്ളൂ. അതാണ് വ്യത്യാസം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെറുപ്പകാലത്ത് ഉണ്ടാവുന്നു, നമ്മളൊരു കൗമാരത്തിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ബോഡി കുറച്ചുകൂടി വലുതാവുന്നതിനനുസരിച്ച് ഇത് ഒന്ന് കൺട്രോൾ ആവുന്നു. പക്ഷെ പിന്നീട് നമ്മുടെ ശരീരം വീക്ക് ആവുന്നതിനനുസരിച്ച് വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? വീക്ക് ആവുന്നത് കൊണ്ടല്ല, ആക്ച്വലി ബോഡിയുടെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അതായത് ഒരു അതിക്രമണം നമ്മുടെ ശരീരത്തിനെതിരെ ഉണ്ടാകുമ്പോൾ, ഒരു അലർജൻ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ബോഡി അതിനെ തുരത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു റെസ്പോൺസ്. അതെ. അപ്പോൾ ഇത് ആവശ്യവുമാണ്. എന്നാൽ കൂടുതലാകുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു പ്രതികരണം, ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കൂടുതൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കും. അതാണ്. ഈ ഡസ്റ്റ് അലർജിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ തടഞ്ഞു നിർത്താൻ ഈ പൊടി അധികം അതുമായിട്ട് കോണ്ടാക്ട് വരാതെ നോക്കാം. ചില പൂമ്പൊടികളൊക്കെ ആയിട്ടാണ് നമുക്ക് അലർജി എങ്കിൽ അത്തരം പൂക്കളിൽ നിന്നൊക്കെ മാറി നിൽക്കാം. പക്ഷെ അങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് ഈ അലർജി കൂടി നിൽക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ്, നമ്മുടെ ജീവിത സാഹചര്യം നമുക്ക് എപ്പോഴും മാറ്റാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാട്, ഇപ്പം ചിലർക്ക് ഈ ഓടിട്ട വീടിൽ ചില ടൈപ്പ് ഫംഗൽ സ്പോർസ് കൂടുതൽ കാണാറുണ്ട്. കോൺക്രീറ്റ് വീടുകളിലെ കാട്ടി കൂടുതൽ ആ വീടുകളിൽ ഈ ഫംഗൽ സ്പോർസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് അവരോട് വീട് മാറാൻ പറയാൻ പറ്റില്ല. അപ്പോൾ ജീവിത സാഹചര്യം മാറ്റാൻ പറ്റുന്നവ മാറ്റുക. പിന്നെ ബാക്കി ഈ നമ്മുടെ ട്രീറ്റ്മെൻ്റ് എടുത്ത് ഈ സിംറ്റംസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചികിത്സാ രീതി. ഇതിപ്പോ നമുക്ക് ചെവി വേദനയെ എടുക്കുവാണെങ്കിൽ, ചെവി വേദന പറയുമ്പോൾ ചിലർ പറഞ്ഞേക്കാം, അയ്യോ ഇതൊന്നും പ്രസവ വേദനയൊന്നും ഒന്നും വരുന്നില്ല, ചെവി വേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഒരു വളരെ വലിയ രീതിയിൽ പെയിൻ ഉണ്ടാവുന്നത് ചെവി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരുമ്പോൾ? ചെവിയുടെ പ്രത്യേകത, ഒരു 5 വിവിധ തരം നെർവ്സ് ആണ് ഈ ചെവി സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 5 നെർവ്സ് മറ്റ് ഓർഗൻസിനെയും അത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളും ചെവി വേദനയായിട്ട് തന്നെയാണ് പ്രകടമാകുന്നത്. അപ്പോൾ അവിടെ പ്രശ്നമുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കേടായ പല്ലുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ മോണവഴുപ്പുള്ള ഒരാൾക്ക്, അണപ്പല്ല് വരുന്ന സമയത്ത് ഇതൊക്കെ ആ പ്രശ്നം വരുമ്പോഴും ചെവി വേദന ഉണ്ടാകാം. അപ്പോൾ തൊണ്ടപഴുപ്പുണ്ടാകുമ്പോൾ ചെവി വേദന ഉണ്ടാകും. അങ്ങനെ ഈ 5 ഞരവുകൾ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കാരണം ചെവി വേദന ഉണ്ടാകും. അപ്പം അത് കൂടാതെ തന്നെ ചെവിയുടെ പ്രശ്നങ്ങളും ചെവി വേദന ഉണ്ടാക്കുന്നു. അപ്പോൾ അത് ENT ഡോക്ടറെ തന്നെ കാണിച്ച് കാരണം കണ്ടുപിടിക്കുകയും കാരണം മാറ്റാതെ ആ വേദന മാറുകയുമില്ല. അതെ, ഈ ചെവി കായം ഉണ്ടാവുന്ന സമയത്ത് അത് കോമൺലി എല്ലാവർക്കും ആവശ്യമാണ്, അത് ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ചിലർക്കെങ്കിലും ഒരു ശീലമുണ്ട് ബഡ്സ് ഇട്ട് അത് ശരിയാക്കാൻ നോക്കുക, എടുക്കാൻ നോക്കുക. അതല്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലർജിയുടെ ഭാഗമായിട്ട് ചെവി വല്ലാതെ ചൊറിയുന്നവരുണ്ടാകാം. അവർ ഈ തൂവല് പോലെയുള്ള വസ്തുക്കളൊക്കെ എപ്പോഴും ചെവിയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ചെവിക്ക് ദോഷമായിട്ട് ബാധിക്കുക? ചെവിക്കകത്ത് ഒരു സാധനവും ഇട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ബഡ്സ് പ്രത്യേകിച്ച് ഉപയോഗിക്കാൻ പാടില്ല. വിരൽ ഉൾപ്പെടെ ഒരു സാധനവും ചെവിയിലിട്ട് തിരിക്കാൻ പാടില്ല. അപ്പോൾ ചെവിയുടെ ഘടനയുടെ പ്രത്യേകത കാരണം ഈ ചെവിക്കകത്തുണ്ടാകുന്ന വാക്സും മറ്റുമൊക്കെ ചെവിയുടെ തോല് പുറത്തേക്ക് വരുന്നതിൻ്റെ ഭാഗമായി അത് പുറത്തേക്ക് വരും. ഇനി ചിലരുടെ ജനതിക പ്രവണത കാരണം ഈ ഉണ്ടാകുന്ന വാക്സിന് കട്ടി കൂടുതൽ ഉണ്ടാകുകയും ഡ്രൈ ആവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർക്കാണ് ഇത് ഉള്ളിൽ കെട്ടി നിൽക്കുകയും പിന്നീട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. അതേസമയം ചിലരുടേത് പ്രത്യേകിച്ച് എണ്ണമയമുള്ള സ്കിന്നുള്ള ആൾക്കാർക്ക് ഈ പ്രശ്നം ഉണ്ടാകാറില്ല. പിന്നെ ചിലരുടെ കുഴലുകളുടെ വ്യാപ്തി കൂടുതലായിരിക്കും, അവരുടെ ചെവിയിൽ ഇതൊന്നും കെട്ടി നിൽക്കില്ല, അതെല്ലാം തനിയെ പുറത്തു വരും.
അപ്പോൾ ചിലർക്ക് പ്രശ്നം ഉണ്ടാകും, ചിലർക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. നമ്മൾ പറഞ്ഞ പോലെ ഈ അലർജിയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞു ചെവി ചൊറിച്ചിൽ ഉണ്ടാവുന്നത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഒന്നിക്കൽ വിരലിട്ടിട്ട് അവര് അതിനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കും. അത് ആ ചൊറിച്ചിൽ കൂടുതലും ഉണ്ടാകുന്നത് നമ്മൾ കുളി കഴിയുമ്പോൾ ചെവിയുടെ ഉള്ളിൽ വെള്ളം കയറുകയും ഈ സ്കിന്ന് ഓൾറെഡി ഡ്രൈ ആണല്ലോ, അപ്പോൾ ഈ ഡ്രൈ സ്കിന്നിൽ നനവ് തട്ടുമ്പോഴാണ് ചൊറിച്ചിൽ കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ചൊറിച്ചിലുണ്ടാകുമ്പോൾ ഇവരെന്തെങ്കിലും ഇട്ട് തിരിക്കും. ആ തിരിക്കുമ്പോൾ തോല് ചെറുതായിട്ട് പൊട്ടും. അത് കാഴ്ചയ്ക്ക് ഉണ്ടാകില്ല, ബട്ട് തോല് പൊട്ടും. മൈക്രോ അബറേഷൻ എന്ന് പറയും. ഇതുണ്ടാകുമ്പോൾ ചൊറിച്ചിൽ പിന്നെയും കൂടുന്നു. അപ്പോൾ ഇത് ഒരു വിഷ്യസ് സൈക്കിളായിട്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു തവണ ചൊറിഞ്ഞാൽ നമുക്കത് പിന്നെ നിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ തൂവല് ഇതൊക്കെ വളരെ നിരുപദ്രവകരമാണെന്ന് തോന്നുന്നത് ചിലപ്പോൾ നമ്മുടെ കേൾവി ശക്തിയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? കേൾവി ശക്തി ബാധിക്കണമെങ്കിൽ കർണപടം തുളഞ്ഞു പോവുകയോ അങ്ങനെ എന്തെങ്കിലും പറ്റണം. ബട്ട് അതിനെക്കാട്ടി കൂടുതൽ അവിടെ ഒരു ഇൻഫെക്ഷൻ്റെ സാധ്യത വരികയും പിന്നെ ഈ ഇൻഫെക്ഷൻ കാരണം അവിടെ നീര് വരികയും പിന്നെ വേദന ഉണ്ടാകുകയും പിന്നെ രോഗിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പം അതൊക്കെ പ്രിവെൻറ്റബിൾ ആണ്. അതെല്ലാം ഒഴിവാക്കാം. ഈ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കുളിക്കുമ്പോൾ ചെവിക്കകത്ത് വെള്ളം കയറരുത്, ചെവിയുടെ കുഴലിൻ്റെ അകത്തേക്ക് വെള്ളം കയറരുത്, ചെവിയുടെ അകത്ത് വിരൽ ഉൾപ്പെടെ ഒരു സാധനവും ഇട്ട് തിരിക്കാൻ പാടില്ല. നമ്മൾ വെള്ളം കയറരുത് എന്ന് പറയുമ്പോൾ മുൻപും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ചെവിയിലേക്ക്. അത് നല്ലതാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് കുട്ടികളുടെ ചെവിക്ക് ദോഷമായിട്ടാണോ നന്നായിട്ടാണോ ബാധിക്കുന്നത്? ചെവിക്കകത്ത് ഓൾറെഡി പ്രശ്നമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതേസമയം ഡ്രൈ സ്കിന്നുള്ളവർക്ക് എണ്ണ തേക്കുന്നത്, പ്രത്യേകിച്ച് ഒരു ഈർപ്പം ഉള്ളപ്പോൾ കുറച്ച് എണ്ണ തേക്കുന്നത് ആ മോയ്സ്ചർ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഡ്രൈ സ്കിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് എണ്ണ തേക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഒഴിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ചെവിയുടെ പുറത്ത് സ്കിന്ന് പൊളിഞ്ഞു വരുമ്പോൾ കുറച്ച് എണ്ണ എടുത്ത് തൂത്ത് അത് ആ പൊളിഞ്ഞു വന്ന സ്കിന്ന് മാറ്റുകയും അവിടെ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ചെവിയുടെ കുഴലിൻ്റെ അകത്തേക്ക് ഒരു സാധനവും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, അത് ശരീരം തന്നെ ചെയ്തോളും. അതെ. ഇപ്പൊ നമ്മൾ നേരത്തെ മൂക്കിന്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ മൂക്കിലുണ്ടാവുന്ന വളവ് ഇത് വിട്ടുമാറാത്ത ജലദോഷത്തിനൊക്കെ കാരണമാവുന്നൊക്കെ കേട്ടിട്ടുണ്ട്. വളവ് ഒരിക്കലും ജലദോഷത്തിന് കാരണമല്ല. വളവ് മൂക്കടപ്പുണ്ടാക്കും. പിന്നെ ഈ ജലദോഷം കാരണം കഫക്കെട്ടുണ്ടാകുകയും ഈ ഉണ്ടായ കഫക്കെട്ട് പുറത്തു വരാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്യാം ഈ വളവ് കാരണം. പക്ഷെ വളവ് കാരണമല്ല ജലദോഷം ഉണ്ടാകുന്നത്. ഈ സൈനസൈറ്റിസ് ഒക്കെ വരുന്ന സമയത്ത് എപ്പോഴും പഴുപ്പിരിക്കുന്നു, അതിൽ നിന്നൊരു ഡിസ്ചാർജ്, യെല്ലോ കളർ ഡിസ്ചാർജ് വരുന്നു, അത് രൂക്ഷഗന്ധമുള്ളതാണ് എന്നൊക്കെയുള്ള ഒരു കാര്യം. ഇതൊക്കെ മാറ്റിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? സൈനസൈറ്റിസ് ഉണ്ടാകുന്നത്, സൈനസൈറ്റിസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻഫെക്ഷനാണ്. നമ്മുടെ മുഖത്തുള്ള ഈ പാരാനേസൽ സൈനസസിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ വരുന്നതാണ് ഈ സൈനസൈറ്റിസ്. അപ്പോൾ ആ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ആ ബാക്ടീരിയലാണോ വൈറലാണോ എന്നതിനെ അപേക്ഷിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്, ആൻറ്റിബയോട്ടിക് എങ്കിൽ ആൻറ്റിബയോട്ടിക്, ആൻറ്റിഹിസ്റ്റമിനിക് എന്നൊക്കെ പറയുന്ന ഡ്രഗ്സ് തരികയും അത് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സൈനസ് ഇൻഫെക്ഷൻസ് ആണെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യണം, CT സ്കാൻ ചെയ്ത് ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ചില സമയത്ത് നമുക്കത് സർജിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈ സൈനസൈറ്റിസിൻ്റെ ഒരു പ്രീഡിസ്പോസിങ് ഫാക്ടർ ഈ പാലത്തിൻ്റെ വളവ് തന്നെയാണ്. അപ്പോൾ ഒരു വർഷം ഒരു 4-5 തവണയിൽ കൂടുതൽ ഇൻഫെക്ഷൻസ് വരിക, ഇങ്ങനെ തുടർച്ചയായിട്ട് 3-4 വർഷം വരിക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ബ്ലോക്ക് ഉണ്ട്. ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്ത് എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച് അതിനൊരു ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും. നമ്മൾ ചെവിയുടെ കാര്യവും മൂക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പം തൊണ്ട അതെടുക്കുമ്പോഴേക്ക് നേരത്തെ ചോദിച്ചതുപോലെ തന്നെ എന്തായിരിക്കും തൊണ്ടയുമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ എന്തൊക്കെയായിരിക്കും? തൊണ്ടയിലും ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് തന്നെയാണ് ഈ ഒരു വിൻ്റർ സീസണിൽ കാണുന്നത്. പിന്നെ
ഫുഡിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻസ്, കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻസ്, മറ്റുള്ളവരിൽ നിന്ന് അടുത്ത് ഇടപഴകുന്നതിലൂടെ അവർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവുക, അത് വരാം. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് സൗണ്ട് ബോക്സിൽ നീർക്കെട്ട് വരികയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. പിന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ടോൺസിൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ടല്ലോ തൊണ്ടയുടെ ഉള്ളിൽ, അതിൻ്റെ ഇൻഫെക്ഷൻസ് വളരെ കോമൺ ആണ് ഈ ഒരു സീസണിൽ. പിന്നെ നീർക്കെട്ട്, തൊണ്ടയിൽ ഇങ്ങനെ വിട്ടുമാറാതെ ചുമ ഉണ്ടാവുക അലർജിയുടെ ഭാഗമായിട്ട്. പിന്നെ ഗ്യാസിൻ്റെ ശല്യം കാരണം ഈ തികട്ടി വന്നിട്ട് തൊണ്ടയിൽ നീർക്കെട്ടുണ്ടാവാം. ഇതെല്ലാം ഈ ഒരു സീസണിൽ കുറച്ച് കോമൺ ആണ്. അതെ, ഈ ശബ്ദവുമായി ബന്ധപ്പെട്ട് പല അസുഖങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ വോക്കൽ നൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇതിനൊക്കെ ഉള്ള ട്രീറ്റ്മെന്റുകളൊക്കെ എന്തൊക്കെയാണ്? വോക്കൽ നോഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ വിരലിൽ തഴമ്പ് വരില്ലേ, പേന പിടിക്കുമ്പോൾ തഴമ്പ് വരില്ലേ, അതുപോലെ വോക്കൽ കോഡ് രണ്ട് സൈഡിലും ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഫ്രിക്ഷൻ ഉണ്ടാവുകയും അവിടെ തടുപ്പ് വരികയും ചെയ്യുന്നതാണ് ഈ വോക്കൽ കോഡ് നോഡ്യൂൾ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം വോയിസ് അബ്യൂസാണ്. അതായത് അനാവശ്യമായ സ്ട്രെസ്സും സ്ട്രെയിനും എടുത്ത് നമ്മൾ സംസാരിക്കുകയും നമ്മുടെ സൗണ്ട് ബോക്സ് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ വോക്കൽ നോഡ്യൂളിൻ്റെ ഇൻസിഡൻസ് കൂടുതലുണ്ടാവും. പിന്നെ ശബ്ദം കൂടുതൽ ഉപയോഗിക്കുന്നവർ, ചില പ്രൊഫഷൻസ്, ഉദാഹരണത്തിന് സിംഗിങ്, നാടക നടന്മാർ, നടിമാർ, പിന്നെ ടീച്ചേഴ്സ്, അങ്ങനെ കൂടുതൽ സംസാരിക്കേണ്ടി വരുന്ന പ്രൊഫഷൻസിൽ ഈ പറയുന്ന വോക്കൽ കോഡ് നോഡ്യൂൾസിൻ്റെ ഇൻസിഡൻസ് കൂടുതലാണ്. നോഡ്യൂൾസ് അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഇതുപോലെ ശബ്ദം വോയിസ് അബ്യൂസ് നടത്തുന്നവർക്ക് ഉണ്ടാവാൻ വരുന്ന അസുഖങ്ങൾ? ഏറ്റവും കൂടുതൽ വോക്കൽ നോഡ്യൂൾസ് തന്നെയാണ്. പിന്നെ അത് ക്രോണിക് വോയിസ് അബ്യൂസ്. പിന്നെ സഡൻ ആയിട്ട് ഒരു തവണ മാത്രം വോയിസ് അബ്യൂസ് ചെയ്ത ശേഷം നമ്മുടെ അതിൻ്റെ അകത്തുള്ള ഈ സൗണ്ട് ബോക്സിലെ ബ്ലഡ് വെസൽ പൊട്ടി അത് ഒരു വോക്കൽ കോഡ് പോളിപ്പായിട്ട് ഉണ്ടാകാം. പിന്നെ ചില വൈറൽ ഗ്യാപ്പല്ല, അത് ഈ പോളിപ്പ് ഉണ്ടാകുമ്പോൾ അത് പിൽക്കാലത്ത് അത് ഓർഗനൈസ്ഡ് ആയിട്ട് അത് അവിടെ അങ്ങ് ഉറയ്ക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ രണ്ട് വോക്കൽ കോഡും അടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ക്ലോഷർ ഉണ്ടാവില്ല. അപ്പോൾ സൗണ്ടിൻ്റെ ക്വാളിറ്റി മോശമാവുകയും സൗണ്ട് മോശമാവുകയും ചെയ്യും. ഇതിനൊക്കെ നമുക്ക് വോയിസ് തെറാപ്പി അല്ലാതെ വേറെ എന്തെങ്കിലും മെഡിസിൻസിലോ? വോയിസ് തെറാപ്പി വോക്കൽ കോഡ് പോളിപ്പിന്റെ ട്രീറ്റ്മെന്റ് അല്ല. കാരണം അത് അവിടെ ഒരു മെക്കാനിക്കൽ ഡിഫക്റ്റ് ആണ്. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാതെ ആ വോയിസ് ഡിഫക്റ്റ് മാറില്ല. അതേസമയം വോക്കൽ കോഡ് നോഡ്യൂൾസ് അത് ഒരു ഫങ്ഷണൽ ഡിസോർഡറാണ്. അതായത് നമ്മുടെ വോക്കൽ കോഡ്സ് ഉപയോഗിക്കുന്ന രീതി തെറ്റായത് കൊണ്ട് മാത്രം വന്ന ഒരു കാര്യമാണ്. അപ്പം അത് എടുത്തു കളയേണ്ട കാര്യമില്ല. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വോയിസ് തെറപ്പിയാണ്, സ്പീച്ച് തെറപ്പി. ഓക്കെ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് കറക്റ്റ് അറിയില്ല, വോക്കൽ കോഡിലാണോ അല്ലെങ്കിൽ ഫോണേറ്റ് ഗ്യാപ്പ് അങ്ങനെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ശരിയായ രീതിയിൽ വോക്കൽ കോഡ് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. ആവശ്യമില്ലാതെ സ്ട്രെസ്സും സ്ട്രെയിനും ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് ബോക്സിൽ പ്രവർത്തിക്കേണ്ട രീതിയിൽ അല്ല വോക്കൽ കോഡ്സ് പ്രവർത്തിക്കുന്നത്. അത് വേറെ ഭാഗമായിരിക്കും വൈബ്രേറ്റ് ചെയ്ത് സൗണ്ട് ഉണ്ടാകുന്നത്. അതിനെയാണ് ഈ ഫോണേറ്ററി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പം വോക്കൽ കോഡ്സ് അടുക്കാതെ ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നതാണ് ഈ ഫോണേറ്ററി ഗ്യാപ്പ്. അതിന് പകരം വേറെ ഏതെങ്കിലും, വേറെ അതിന് വെൻട്രിക്കുലർ ബാൻഡ് എന്ന് പറയും, വെൻട്രിക്കുലർ ബാൻഡ്സ് അടുത്ത് വന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് സൗണ്ട് ഉണ്ടാകാം. അത് മോശമായ സൗണ്ടായിരിക്കും, നമ്മുടെ ശരിയായ സൗണ്ട് ആയിരിക്കില്ല. ഇതെല്ലാം കാരണങ്ങളാണ്. ഇത് എങ്ങനെ നമുക്ക് നേരാക്കി എടുക്കാൻ പറ്റും? സ്പീച്ച് തെറപ്പിയാണ് ഇതിൻ്റെ മെയിൻ സ്റ്റേ ട്രീറ്റ്മെൻറ്റിൻ്റെ. നമ്മൾ ഒരു ട്രെയിൻഡ് സ്പീച്ച് പത്തോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ ചില ടെക്നീക്സ് അവർ പറഞ്ഞു തരും. അത് പ്രാക്ടീസ് ചെയ്താൽ ഇത് ശരിയാവും. ഇനി ഇതിനെല്ലാം മുമ്പ് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്ന രീതിയിൽ
എൻഡോസ്കോപ്പി ചെയ്ത് വേറെ ഒന്നും ഇല്ല എന്നുള്ളത് ഇത് തന്നെയാണ് കാരണം എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം വേണം ENT സ്പെഷ്യലിസ്റ്റ് ഈ സ്പീച്ച് പെത്തോളജിസ്റ്റിലേക്ക് റെഫറൽ ചെയ്യേണ്ടത്. അതുപോലെ ഇവിടെയുള്ള മസിൽസിന് ഒരു അയക്കമില്ല എന്ന് പറയുമ്പോഴും ഇതുപോലെ ശബ്ദത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം, കൃത്യമായ രീതിയിൽ ശബ്ദം വരുന്നില്ല എന്ന് പറയുന്നേക്കാം. എന്തുകൊണ്ടായിരിക്കും മസിൽ അങ്ങനെ ഒരു അയവില്ലാതിരിക്കുന്നത്? മസിൽ സ്പാസം കൊണ്ട്, അതായത് ഇപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ പോസ്ചർ ശരിയല്ലെങ്കിൽ കഴുത്തിന് വേദന വരില്ല. അതുപോലെ തന്നെ നമ്മുടെ വോയിസ് ബോക്സിൻ്റെ ഉള്ളിലെ മസിൽസും ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അതിന് സ്പാസം ഉണ്ടാവുകയും ഇതുപോലെ വോയിസ് പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുന്നതാണ്. ഈ വോയിസ് തെറാപ്പി നമ്മൾ എടുക്കാൻ വൈകുന്നത് ഈ രോഗിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഈ ശബ്ദം നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ ഒരു മോശം രീതിയിൽ ശബ്ദം കുറെ കാലം ഉപയോഗിക്കേണ്ടി വരുന്നതോ കാരണമാവോ? അതെ, അത് നമ്മൾ എത്ര ഡിലേ ചെയ്യുന്നോ ആ ട്രീറ്റ്മെന്റ് പിന്നെയും പ്രൊലോങ് ചെയ്ത് പോവുകയും പിന്നെ എടുക്കേണ്ട ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്ത് അത് ചികിത്സിക്കുന്നത് തന്നെയാണ് ഉത്തമം. ഗ്യാപ്പ് ഉണ്ടാവുന്ന ഗതിയിൽ നമുക്ക് തോന്നുമല്ലോ ഒരു ശബ്ദം വളരെ മോശമാണെന്ന്. പക്ഷെ വീണ്ടും ഈ പറയുന്ന പോലെ ഉപയോഗിക്കേണ്ട പോലെ അല്ലാതെ ഉപയോഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ വന്ന് അടുക്കുന്നത് കൊണ്ടോ നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ശബ്ദത്തിന് വലിയ പ്രശ്നങ്ങളില്ലാതെ ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ചുകൂടി ബുദ്ധിമുട്ടിയിട്ടാണ് ശബ്ദം ഞാൻ പുറത്തെടുക്കുന്നത് എന്നുള്ള ഇതുണ്ടാവും. അതുകൊണ്ട് തന്നെ ശബ്ദത്തിന് വലിയ പ്രശ്നങ്ങളില്ലല്ലോ, കുറച്ച് അങ്ങോട്ട് പോയതിന് ശേഷം മാത്രം ട്രീറ്റ്മെന്റ് എടുക്കാം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്തായിരിക്കും നമ്മുടെ ശബ്ദത്തിന് സംഭവിക്കാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് എത്ര നമ്മൾ ഇത് പ്രൊലോങ് ചെയ്യുന്നു അത്രയും നമ്മുടെ ഈ വോയിസ് ബോക്സിലുള്ള മസിൽസിന് സ്ട്രെയിൻ കൂടുക ചെയ്യുന്നത്. അപ്പോൾ ഇത് തിരിച്ച് നോർമൽസി റീഗെയിൻ ചെയ്യാൻ പിന്നെയും സമയം കൂടുതൽ എടുക്കും. അതാണ് പ്രശ്നം. അതിനിപ്പോ പ്രത്യേകിച്ച് ഒരു മരുന്ന് കഴിച്ചതിനൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമില്ല, ഇതൊരു മെക്കാനിക്കൽ ഡിഫക്റ്റ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്നീക്ക് പ്രോപ്പറായി കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറും. നമ്മൾ പറഞ്ഞു പാട്ട് പാടുന്നവർ അല്ലെങ്കിൽ ഇതുപോലെ ആങ്കേഴ്സിന് അല്ലെങ്കിൽ വേറെ നാടകമൊക്കെ ചെയ്യുന്നവർക്കൊക്കെയാണ് ഇത്തരത്തിൽ ശബ്ദത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ടീച്ചേഴ്സിന് പ്രത്യേകിച്ചും കുട്ടികളോടൊക്കെ ഒരുപാട് ഒച്ചയെടുക്കേണ്ടി വരുമ്പോൾ പ്രശ്നം വരുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഈ മിമിക്രി ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അവർ പല ശബ്ദം കൊടുക്കാൻ വേണ്ടി വോക്കൽ കോഡിനെ പല സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും ബ്ലോക്ക് ചെയ്ത സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത്തരം ഒരു അവസ്ഥ വരാൻ സാധ്യത കൂടുതലാണ്. അത് നേരത്തെ ഞാൻ വിട്ടുപോയ ഒരു വിഭാഗമാണ് ഡെഫിനറ്റ്ലി മിമിക്രി ആർട്ടിസ്റ്റിൽ. കാരണം അവര് പല പിച്ചിൽ പല രീതിയിൽ സൗണ്ട് ബോക്സ് യൂസ് ചെയ്താണല്ലോ അവരുടെ പ്രൊഫഷൻ അവർ നടത്തുന്നത്. അപ്പോൾ അവർക്കും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രൊഫഷൻസിൻ്റെ പ്രത്യേകത, അവർ ഇത് പെർഫോം ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കുന്നു, അല്ലാത്ത സമയത്ത് അവർ പ്രത്യേകിച്ച് വോയിസ് റെസ്റ്റ് ഒക്കെ കൊടുത്ത്, അതായത് ഈ ഓവർ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വോയിസ് റെസ്റ്റ് കൊടുക്കണം. അതിന് കൂടുതൽ കെയർ കൊടുക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സൗണ്ട് ബോക്സിന്. അതെ. അപ്പോൾ നമ്മൾ നേരത്തെ അലർജിയുടെ കാര്യം പറയുമ്പോൾ ചെവി ചൊറിച്ചല്, അപ്പോൾ എന്ത് ചെയ്യും? കൈയോ അല്ലെങ്കിൽ തൂവലോ ഒന്നും ഇടാണ്ട് ഇവർക്ക് ഈ ചൊറിച്ചലിനൊരു രക്ഷയില്ലോ ഞാൻ ചോദിച്ചു. അലർജിയുടെ സിംറ്റംസ് കൺട്രോൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഈ ചൊറിച്ചിലും കുറയും. അതുപോലെ തന്നെ ബന്ധപ്പെടുത്തിയിട്ടാണ് തൊണ്ട ചൊറിച്ചലും വരാറുണ്ട്. ആ സമയത്ത് തൊണ്ട കാർക്കിക്കുന്ന പോലെയൊക്കെ ഒരു വൈബ്രേഷൻ അവിടെ കൊടുത്തിട്ടൊക്കെ അതിൽ നിന്നൊരു ചെറിയൊരു മാറ്റം വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വോയിസ് നോഡ്യൂളോ അല്ലെങ്കിൽ ഗ്യാപ്പോ ഒക്കെ ഉള്ളവർ ഇങ്ങനെ ചെയ്യുന്നത് ദോഷകരമായിട്ട് തന്നെ ബാധിക്കില്ലേ? അവരും ഈ പറയുന്ന പോലെ അലർജി ഉള്ളവർ അവരുടെ സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ ട്രീറ്റ്മെന്റ് എടുക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ മറ്റ് അനുബന്ധ അസുഖങ്ങൾ, ഇത് കാരണമെന്ന് പറയാൻ പറ്റില്ല, ബട്ട് അവരുടെ ഈ ചില ഹാബിറ്റ്സ് കാരണം മറ്റ് അസുഖങ്ങൾ മറ്റ് സ്ഥലത്ത് ഉണ്ടാവും. തീർച്ചയായിട്ടും കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചോദിച്ചിരുന്നു. കാരണം ഇതുപോലെ കണ്ണ് ചൊറിച്ചല്, ചെവി ചൊറിച്ചല്, തൊണ്ട ചൊറിച്ചലൊക്കെയാണ് ഈ അലർജിയുടെ ലക്ഷണങ്ങൾ. കണ്ണ് വല്ലാതെ തിരുമ്പി അതിന്റെ പോയിന്റ് വ്യത്യാസം വരെയും കണ്ണടയിലേക്ക് പോകേണ്ടവരും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയും അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മള് പ്രോപ്പറായിട്ട് ഇപ്പൊ ശബ്ദത്തിന്റെ കാര്യമാണെങ്കിലും അലർജിയുടെ കാര്യമാണെങ്കിലും പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട സമയത്ത് തന്നെ എടുത്തിട്ടില്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോടി ഫേസ് ചെയ്യേണ്ടി വരും തന്നെയാണ്. അതെ.
ഈ സാധാരണഗതിയിൽ നമുക്ക് ജലദോഷം വരുന്ന സമയത്താണ് ഈ മൂക്കടപ്പ് അതുപോലെ ചെവി അടപ്പ് ഒക്കെ ഉണ്ടാവുന്നത്. അങ്ങനെയല്ലാതെ നമുക്കിപ്പോൾ ഒരു കയറ്റം കയറുന്ന സമയത്തും ഒക്കെ അത് സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ ഇത്തരം ഹിസ്റ്ററി ഉള്ളവർക്ക് ഈ പറയുന്നത് പോലെ ഡിസ്ചാർജ് ഉണ്ടാവുന്നു, ചെവി അടപ്പ് ഉണ്ടാവുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഇത് നമുക്ക് ചെവിയും മൂക്കും ബന്ധിപ്പിക്കുന്ന ഒരു ട്യൂബുണ്ട്, യൂസ്റ്റേഷൻ ട്യൂബ് എന്നാണ് അതിൻ്റെ പേര്. അത് ബേസിക്കലി നമ്മുടെ ശരീരത്തിൽ ഒരു പ്രഷർ ഈക്വലൈസറായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വാലീസിൽ നിന്ന് ഹിൽസിലേക്ക് പോകുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിഫറെൻ്റ് ആണ്. ആ ഗ്രേഡിയൻറ്റിൻ്റെ സമയത്താണ് ഈ അടപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിലത്തെ ഈ ചെവിയുടെ ഉള്ളിലത്തെ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ട്യൂബ് അങ്ങ് അടഞ്ഞു പോകുന്നു. ആ സമയത്താണ് നമുക്ക് ഈ ചെവി അടപ്പ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രഷറൈസ്ഡ് ക്യാബിൻസിൻ്റെ അകത്ത് ട്രാവൽ ചെയ്യുമ്പോൾ, അതായത് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുകയും ലാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത്, അതുപോലെ നമ്മൾ സബ്മറീൻസിൽ കയറിയാൽ, ഡീപ് സീ ഡൈവേഴ്സ്, ഇങ്ങനെ ചിലർക്കൊക്കെ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വേരിയേഷൻ വരുമ്പോഴാണ് ഈ യൂസ്റ്റേഷൻ ട്യൂബ് ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് അവർക്ക് ഇൻഫെക്ഷൻസും കൂടെ ഉണ്ടെങ്കിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഈ അസുഖങ്ങളെല്ലാം നമ്മൾ ബാരോട്രോമ എന്നൊരു കൂടെ കീഴിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ബാരോട്രോമ കോൺസിക്വൻസ് ആയിട്ട് ഉണ്ടാകുന്ന സിംറ്റംസ് അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്താൽ മതി. അതായത് നേസൽ ഡീകൺജസ്റ്റൻസ്, ആൻറ്റിഹിസ്റ്റമിനിക്സ് ഇതൊക്കെ തന്നാൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഒക്കെ തന്നാൽ ഇതെല്ലാം ട്രീറ്റ് ചെയ്ത് മാറ്റാം. അതെ. പിന്നെ വരുമ്പോഴത്തേക്കും നമ്മൾ മറ്റൊരു മേഖല നമ്മുടെ തലവേദനയാണ്. അപ്പോൾ തലവേദനയിൽ തന്നെ ചെന്നിക്കുത്ത് എന്ന് പറഞ്ഞിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റ് രോഗലക്ഷണങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ കണ്ണിന് കാഴ്ച കുറയുന്ന സമയത്തൊക്കെ നമുക്ക് തലവേദന അനുഭവപ്പെടുന്നു എന്നൊക്കെ പറയുന്നൊക്കെ, ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തലവേദന നമ്മുടെ മാത്രം, അതായത് ഒരു ENT സ്പെഷ്യലിസ്റ്റിന്റെ മാത്രം പരിധിയിൽ വരുന്നതല്ല. അപ്പോൾ നമ്മുടെ പരിധിയിൽ വരുന്ന രോഗങ്ങൾ ഉണ്ടോ എന്ന് രോഗിയെ പരിശോധിച്ച് നമുക്ക് ഉറപ്പുവരുത്തുകയും അതൊന്നുമില്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത കൺസൾട്ടേഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ തലവേദനയുടെ കാരണങ്ങൾ നോക്കിയാൽ ഒരു 60% ENT പ്രശ്നങ്ങൾ തന്നെയാണ്. ബാക്കി 40% ഓഫ്താൽമോളജി പ്രോബ്ലംസ് അല്ലെങ്കിൽ ന്യൂറോളജി പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് ഉണ്ടാകുന്ന തലവേദന. അപ്പോൾ വിട്ടുമാറാത്ത തലവേദനയുള്ളവർ ഒരു ENT ഡോക്ടറെ കാണിച്ച് ENT പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക, അവരുടെ തലവേദന കൺട്രോൾഡ് ആവും. അപ്പോൾ തലവേദന ഒരു രോഗലക്ഷണം മാത്രമാണ്. എന്താണ് രോഗം എന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സ എടുത്താൽ തലവേദന മാറാം. ഈ ചെന്നിക്കുത്ത് എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക്, ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെന്നിക്കുത്ത്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു ചെന്നിക്കുത്തോ അങ്ങനെയുള്ള അസുഖം, തലവേദനയൊക്കെ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ മുമ്പൊക്കെ നമുക്ക് കുറച്ച് അത്ഭുതമായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് കോമൺ ആയിട്ട് കാണുന്നുണ്ട്? അത് നമ്മുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ് കാരണം. ചെന്നിക്കുത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണം സ്ട്രെസ്സാണ്, സ്ട്രെസ്സും സ്ട്രെയിൻ. അപ്പോൾ അത് ഫിസിക്കൽ സ്ട്രെയിൻ ആകാം, മെൻ്റൽ സ്ട്രെയിൻ ആകാം. അപ്പോൾ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം ഒരു 40-50 വർഷം മുമ്പുള്ള കുട്ടികൾക്കുള്ള പ്രശ്നങ്ങളല്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ സ്ട്രെസ് ലെവൽ കൂടിയതനുസരിച്ച് ഇതുപോലത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അവർക്കും വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തലയിലുള്ള ബ്ലഡ് വെസൽസ്, അതിൽ ബ്ലഡ് ഫ്ലോ താൽക്കാലികമായി കുറയുന്നതാണ്, സ്റ്റാഗ്നൻ്റ് ആവുന്നതാണ് ചെന്നിക്കുത്തിൻ്റെ പ്രധാന കാരണം. ഇതിൻ്റെ ട്രിഗേഴ്സ് ഈ പറയുന്ന സ്ട്രെസ്സ്, വെയിൽ കൊള്ളുക, വിശന്നിരിക്കുക, ദാഹിച്ചിരിക്കുക, ഉറക്കം കുറയുക, പിന്നെ സ്ക്രീൻ ടൈം അതിനൊരു കാരണം. അതെ ഡെഫിനറ്റ്ലി. കൂടുതൽ സ്ട്രെയിൻ ചെയ്യുകയാണല്ലോ, അപ്പോൾ സ്ക്രീൻ ടൈം, ഇതെല്ലാം കാരണങ്ങളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി നമ്മൾ പറഞ്ഞില്ലേ, ഒരു അരമണിക്കൂറൊക്കെ തീർന്നു പോകുന്നത് അറിയില്ല. ENT അത്രയും വലിയൊരു വിഷയമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഈ പറയുന്നത് പോലെ കുഞ്ഞുമക്കൾ മുതൽ പ്രായമായവർ വരെയും ഇത് അനുഭവിക്കുന്നതാണ്, ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്നതുമാണ്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു ഡോക്ടറും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും